ഇപ്പോൾ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രധാന അധ്യാപകന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിലുണ്ട്. അനധികൃതമായി നിർമ്മാണം നടന്നു. വർഷങ്ങളായി വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിലായിരുന്നുവെന്നും സുരക്ഷാ പ്രോട്ടോകോൾ ഉറപ്പാക്കിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി എസ് ഷീജ ചേരുന്നുണ്ട്. ഷീജ, കൃത്യമായൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. വീഴ്ച പറ്റിയത് ആർക്ക് എന്ന് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും സിജു, ഏതായാലും കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിൽ തന്നെ സ്കൂളിനും KSEBക്കും വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിശദമായ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചത്. ഇപ്പോൾ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച അത് സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഗുരുതര വീഴ്ച എന്ന് പറയുമ്പോൾ പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് നിന്നും ഗുരുതര വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അതിനൊപ്പം അതിൽ ഒരു നടപടിക്കുള്ള ശുപാർശയും ഉണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനധികൃതമായി നിർമ്മാണം നടന്നു എന്നുള്ള കാര്യവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി തന്നെ വൈദ്യുതി ലൈൻ അവിടെ അപകടാവസ്ഥയിൽ ആയിരുന്നു. അതിൽ തുടർ നടപടികൾ ആവശ്യമായ ഘട്ടത്തിൽ കൈക്കൊണ്ടിട്ടില്ല. അത്തരത്തിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രോട്ടോകോളും സ്കൂളിൽ ഉറപ്പാക്കിയിട്ടില്ല എന്നുള്ളതും ഇതിൽ എടുത്തു പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് KSEBയുടെ ഭാഗത്ത് നിന്നും ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 11 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിലായിരിക്കും നടപടി അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ റിപ്പോർട്ട് ലഭിച്ച പശ്ചാത്തലത്തിൽ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുക. ഏതായാലും ഈ വിഷയത്തെ ഗൗരവകരമായി തന്നെ സമീപിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാടാണ് സർക്കാരിനുള്ളത്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ആരുടെ ഭാഗത്ത് നിന്നാണോ വീഴ്ച ഉണ്ടായിട്ടുള്ളത് അവർക്കെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നടപടി തന്നെ ഉറപ്പാക്കും എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഏതായാലും ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടപടി കൂടി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിജു, ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വർഷങ്ങളായി വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിലായിരുന്നു. സ്കൂളിന് മുകളിലൂടെ പോകുന്നു എന്ന കാര്യം അധ്യാപകർക്ക് അറിയാമായിരുന്നു, മാനേജ്മെന്റിനും അറിയാമായിരുന്നു. അത് KSEBയെ കൃത്യമായി അറിയിച്ചിട്ട് പോലും, അല്ലെങ്കിൽ KSEB ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കാതിരുന്നതും, ആ ബന്ധപ്പെട്ട എഞ്ചിനീയർക്ക് ഇതിൻ്റെ ചുമതലയുണ്ട്, ആ എഞ്ചിനീയറും ഇതിൽ ഉത്തരവാദിയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. അതായത് വർഷങ്ങളായി ഇങ്ങനെ ഈ വൈദ്യുതി ലൈൻ താഴെ അപകടാവസ്ഥയിലായിരുന്നിട്ടും അറിയിച്ചില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ വീഴ്ച. അതുതന്നെയല്ലേ ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്? തീർച്ചയായും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സ്കൂളിന്റെ ഭാഗത്ത് എന്നുള്ള കാര്യം തന്നെയാണ് സുജു ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം വർഷങ്ങളായി ഒരു സ്കൂൾ കെട്ടിടത്തിൽ വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിൽ നിലനിൽക്കുന്നു. അതിൽ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ KSEB അറിയിച്ചുകൊണ്ട് അതിൽ തുടർ നടപടി സ്വീകരിച്ചില്ല. അതുതന്നെ ഈ സ്കൂളിനെതിരെയുള്ള വലിയ ഒരു വീഴ്ചയായി തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് ഈ അപകടത്തിലേക്ക്, ഈ കുഞ്ഞിന്റെ മിഥുന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി അതുകൊണ്ട് പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ച തന്നെയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അത് ഓരോ പ്രത്യേകിച്ചും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും വേണ്ട സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ KSEB അറിയിക്കാനോ അല്ലെങ്കിൽ KSEBയുടെ ഭാഗത്ത് നിന്നുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നതിന് കൂടുതൽ ഇടപെടലുകൾ നടത്താനോ സാധിച്ചില്ല. അതും വലിയ വീഴ്ചയായി തന്നെയാണ് നിലവിലിപ്പോൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്.